ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു തമ്പുരാൻ പക്ഷവാത രോഗിയെ സൗഖ്യമാക്കിയതിനെ പരിശുദ്ധ സഭ സ്മരിക്കുന്ന വിശുദ്ധ വലിയ നോമ്പിലെ 3-ാമത്തെ ഞായറാണിന്ന്. പക്ഷവാതക്കാരൻ്റെ സൗഖ്യത്തിൻ്റെ സഖിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വിശുദ്ധ വേദവചനങ്ങളിലൂടെ നമുക്കിന്ന് ധ്യാനിക്കാം. യേശു തൻ്റെ പരസ്യ ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ചെലവഴിച്ചത് ജനങ്ങളെ പഠിപ്പിക്കുവാനും സുവിശേഷം പ്രസംഗിക്കുവാനും രോഗികളെയും ആകുലരെയും സുഖപ്പെടുത്തി അവർക്ക് ആശ്വാസം നൽകുവാനുമാണ്. യേശുവിൻ്റെ അത്ഭുത രോഗശാന്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നതാണ് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം. ആദ്യത്തെ 10 അധ്യായങ്ങൾ ഓരോന്നിലും ഒരു അത്ഭുതം അല്ലെങ്കിൽ ഒരു രോഗശാന്തി നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഗലീലിയ തീരത്തുള്ള കഫർനഹൂം ഗ്രാമത്തിൽ വെച്ച് പക്ഷവാതക്കാരനെ സുഖപ്പെടുത്തിയതായി മർക്കോസ് സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗിയുടെ ജീവിത പശ്ചാത്തലം ഇവിടെ വിവരിക്കുന്നില്ല. എന്നാൽ ആ രോഗിയുടെ സ്നേഹിതരോ സഹോദരരോ ബന്ധുക്കളോ ആരായാലും ആ 4 ആളുകളുടെ വിശ്വാസവും കരുതലും ത്യാഗവും സുവിശേഷകൻ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഫർനഹൂമിൻ്റെ വീടിൻ്റെ അകത്തിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് മേൽക്കുര പൊളിച്ചാണ് ആ പക്ഷവാതക്കാരനെ അവർ എത്തിച്ചിരിക്കുന്നത്. വീടിൻ്റെ മേൽക്കുര പൊളിച്ചിറങ്ങുന്നത് സാധാരണഗതിയിൽ കള്ളന്മാരാണ്. അങ്ങനെയാണ് സമൂഹം വിലയിരുത്തുന്നത്. എന്നാൽ ആ രോഗിയെ രക്ഷിക്കുവാനുള്ള അവരുടെ തീവ്രമായ ആഗ്രഹവും അതിനുള്ള സഹകരണവും ഉത്സാഹവും സർവോപരി അവർക്ക് ക്രിസ്തുവിലുള്ള അഗാധമായ വിശ്വാസവുമാണ് ഇവിടെ വെളിവാകുന്നത്. വർഷങ്ങളായി തളർന്നു കിടക്കുന്നവന് സൗഖ്യം ലഭിക്കണമെന്ന അതിയായ ആഗ്രഹമാണ് അവരെ ഈ സാഹസത്തിന് പ്രേരിപ്പിക്കുന്നത്. ആഴമായ വിശ്വാസം ആത്മാർത്ഥമായ പ്രവൃത്തിയിലേക്ക് നയിക്കുന്നു. അവർ വിശ്വാസത്തിലും സ്നേഹത്തിലും സാഹോദര്യത്തിലും ഒന്നായി ഒരുമയോടെ നീങ്ങി. ഈ വേദഭാഗത്ത് അവരുടെ സംഭാഷണങ്ങളൊന്നും തന്നെ പ്രതിപാദിക്കപ്പെടുന്നില്ലെങ്കിലും വാക്കുകളേക്കാൾ ശക്തമായ അവരുടെ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ യേശു മാനിക്കുകയും അവരുടെ സുഹൃത്ത് അല്ലെങ്കിൽ ആ സഹോദരന് തന്മൂലം സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. സ്വയം യേശുവിൻ്റെ അടുത്തെത്തുവാൻ കഴിയാത്ത ഒരു സുഹൃത്തിനെ അസാധാരണമായ പ്രവൃത്തിയിലൂടെ അവിടുത്തെ മുൻപിൽ എത്തിക്കുന്ന 4 പേരുടെ വിശ്വാസമാണ് ഈ ഭാഗത്തിൻ്റെ കേന്ദ്രബിന്ദു. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മോട് ഇടപഴകുന്ന നിരവധി പേർ, സുഹൃത്തുക്കൾ, സഹപ്രവർത്തകർ, ബന്ധുക്കൾ ആരുമായിക്കൊള്ളട്ടെ, തങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം കർത്താവിൻ്റെ സമീപമെത്താൻ അവർക്ക് സാധിക്കുന്നില്ല എങ്കിൽ ആ സമീപത്തിലെത്തിക്കാനുള്ള ഉപകരണങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? യേശുവിൻ്റെ കീർത്തിയും തന്മൂലം അവൻ്റെ ചുറ്റും കൂടിയ ജനക്കൂട്ടവും യേശുവിൻ്റെ അടുത്തെത്തുന്നതിന് അവർക്കൊരു തടസ്സമായി മാറുന്നുണ്ട്. ആ 4 പേർക്കും ആ രോഗിയോടുള്ള പ്രതിബദ്ധത ശ്രദ്ധേയമാണ്. അതുകൊണ്ടാണ് നിരാശരായി മടങ്ങാതെ സാധിക്കുന്ന ആദ്യ നിമിഷം തന്നെ രോഗിയെ യേശുവിൻ്റെ അടുത്തെത്തിക്കുവാൻ അവർ ആഗ്രഹിച്ചത്. വിശ്വാസി തൻ്റെ മുമ്പിലുള്ള തടസ്സങ്ങളെ ധൈര്യമായി മറികടക്കുന്നു. മറ്റുള്ളവരെ സൗഖ്യത്തിലേക്കും രക്ഷയിലേക്കും നയിക്കുന്നതിനുള്ള പരിശ്രമങ്ങളും പ്രാർത്ഥനകളും ഒരിക്കലും നിരർത്ഥകമാകുകയില്ല എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ടാണ് മറ്റുള്ളവരുടെ ചുമലിലേറി വന്നവൻ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം ചുമലിലേറ്റുവാൻ പര്യാപ്തനായി വീട്ടിലേക്ക് മടങ്ങുന്നത്. ആ 4 സുഹൃത്തുക്കളെപ്പോലെ കിടപ്പുരോഗിയെ കിടക്കയോടെ ചുമലിലേറ്റി ആൾക്കൂട്ടത്തിനിടയിലൂടെ ക്രിസ്തു സന്നിധിയിലെത്തുവാൻ പരിശ്രമിക്കുകയും അതിന് സാധിക്കാതെ വന്നപ്പോൾ വീടിനു മേൽക്കൂരയിൽ കയറിപ്പറ്റി മേൽക്കുര പൊളിച്ച് കിടപ്പുരോഗിയെ ഉയർത്തി കിടക്കയോടെ യേശുവിന് മുന്നിലേക്ക് എത്തിക്കുന്നതിനുമായി അവർ സഹിച്ച ആ ത്യാഗം നമുക്ക് മാതൃകയാവേണ്ടതുണ്ട്. പ്രതിബന്ധങ്ങളിൽ പരാജയം സമ്മതിക്കാതെ വീണ്ടും പരിശ്രമിച്ച് മറ്റുള്ളവർ തങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചു നിൽക്കാതെ അവർ കാട്ടിയ ആ ആത്മശക്തി നമ്മുടെ ജീവിതത്തിലും നാം പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ദൈവം നമുക്ക് നൽകുന്ന നിരവധിയായ കൃപകളും കരുണകളും ദാനവുമൊക്കെ വിലമതിക്കാതെ, ദൈവഹിതം തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ ശ്രമിക്കാതെ, ദൈവത്തിലുള്ള വിശ്വാസത്തെ പോലും പലപ്പോഴും ഒളിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് താങ്ങും തണലുമായി മാറുവാൻ പോലും നാം പരാജയപ്പെടുന്നു.
ക്രിസ്തുവിനെ കണ്ടെത്തിയിരിക്കുന്നു എന്നു പറഞ്ഞ് തൻ്റെ സഹോദരനായ ശീമോൻ പത്രോസിനെ യേശുവിനടുക്കൽ കൊണ്ടുവരുന്നത് അന്ത്രയോസാണ്. നഥനയേലിനെ യേശു സന്നിധിയിൽ കൊണ്ടുവരുന്നത് ഫിലിപ്പോസാണ്. ദേവാലയത്തിൽ വെച്ച് യേശുവിനെ കാണണമെന്ന് യവനന്മാർ അറിയിക്കുന്നത് ഫിലിപ്പോസിനോടാണ്. അങ്ങനെ നമുക്കും മറ്റുള്ളവരെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ സാധിക്കണം. ദൈവത്തിൽ അടിയുറച്ച വിശ്വാസമുള്ളവരായിരിക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരിൽ വിശ്വാസത്തിൻ്റെ വിത്ത് വിതയ്ക്കുന്നവരുമായി നാം തീരണം. വേദനകളിലും ദുരിതങ്ങളിലും പകച്ചു നിൽക്കുന്ന ഒട്ടേറെ പേരുള്ള സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അവരോടും അവരുടെ ജീവിത സാഹചര്യങ്ങളോടുമുള്ള നമ്മുടെ സമീപനം എന്താണ്? ഒട്ടേറെ അവസരങ്ങളിൽ നമുക്കുള്ളതുപയോഗിച്ച് മറ്റുള്ളവരുടെ വേദനകൾക്ക് പരിഹാരം കണ്ടെത്തുവാൻ നമുക്കാവും. അതുമൂലം ഒരു പക്ഷേ അല്പകാലത്തേക്ക് ചില അസൗകര്യങ്ങളോ ഞെരുക്കങ്ങളോ നമുക്കുണ്ടായെന്നും വരാം. എന്നാൽ നമ്മുടെ ആ പ്രവൃത്തി മൂലം ഒട്ടേറെ കാലം ആരെങ്കിലുമൊക്കെ അനുഭവിച്ച അല്ലെങ്കിൽ അനുഭവിച്ചേക്കാവുന്ന ദുരിതങ്ങൾക്ക് ശമനം ഉണ്ടാക്കുവാനായാൽ തീർച്ചയായും നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുയോജ്യമായി മാറുകയാണ് ചെയ്യുന്നത്. മറ്റുള്ളവരെ സഹായിക്കുവാൻ മാനുഷികമായി ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസരങ്ങളിൽ പ്രാർത്ഥനയിലൂടെ അവരെ സഹായിക്കുവാൻ തീർച്ചയായും നമുക്കാവും. രോഗങ്ങളാൽ വലയുന്നവർ, പാപാവസ്ഥയിൽ ജീവിക്കുന്നവർ, പട്ടിണിയുടെ കയ്പുനീർ കുടിക്കുന്നവർ, മദ്യാസക്തിയുടെയും ലഹരിയുടെയും കടുംകെട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവർ, കാരാഗൃഹവാസികൾ, അവരെല്ലാം നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവസന്നിധിയിൽ കരുണ കണ്ടെത്തുവാൻ കാത്തിരിക്കുന്നവരാണ്. അവരെ നോക്കി സഹതാപത്തിൻ്റെ വിലകെട്ട കണ്ണീർ പൊഴിക്കാതെ അവർക്കു വേണ്ടി അനുകമ്പ നിറഞ്ഞ യാചനകൾ ദൈവത്തിങ്കലേക്ക് ഉയർത്തുവാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. അറ്റുപോയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിനും പ്രകൃതിയോടും മറ്റുള്ളവരോടും ദൈവത്തോടും തന്നോടു തന്നെയുമുള്ള ബന്ധങ്ങൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് ആത്മപരിശോധന നടത്തുന്നതിനുമുള്ള സുവർണ അവസരമാണ് ഓരോ നോമ്പ് കാലവും. ദൗത്യം എന്തെന്ന് തിരിച്ചറിയുന്നതിനും പരിശുദ്ധാത്മ നിറവിൽ അതിനായി നമ്മെ തന്നെ ഒരുക്കുന്നതിനും ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കണം. അതിനായി ദൈവം നാം ഏവരെയും ശക്തീകരിക്കുമാറാകട്ടെ. ആമേൻ.